മക്കൾ പോകുന്ന വഴികളിലൂടെ നിങ്ങൾ അച്ഛനമ്മമാർ എപ്പോഴെങ്കിലും യാത്ര ചെയ്യാറുണ്ടോ? ഉള്ളിൽ നിന്നും കുറ്റിയിട്ട അവരുടെ മുറികളിൽ രാത്രി സമയങ്ങളിൽ എത്തി നോക്കാറുണ്ടോ? മക്കളുടെ സൗഹൃദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാറുണ്ടോ? തിരക്കിട്ട ജീവിതത്തിൽ ഇതിനെവിടെയാലേ സമയം? മാതാപിതാക്കളുടെ ചെറിയ അശ്രദ്ധ മതി കുഞ്ഞുങ്ങളുടെ ജീവിതം തന്നെ തകിടം മറിയാൻ. കൊച്ചിയിൽ 12-കാരൻ രാത്രി സമയങ്ങളിൽ ലഹരി തേടി പുറത്തിറങ്ങിയിരുന്നത് മാതാപിതാക്കൾ ഉറങ്ങുന്ന സമയത്തായിരുന്നു. ഒരിക്കൽ അവനെ പിടികൂടിയപ്പോഴാണ് 10 വയസ്സുള്ള കുഞ്ഞു സഹോദരിക്കും MDMA നൽകിയിരുന്നതായി അച്ഛനും അമ്മയും അറിഞ്ഞത്. ബിസിനസ്സുകാരനായ അച്ഛൻ്റെ ബാഗിൽ നിന്ന് ഈ കുരുന്ന് ലഹരി വാങ്ങാൻ പലപ്പോഴായി മോഷ്ടിച്ചത് 3 ലക്ഷത്തോളം രൂപയാണ്. ഇവിടെ ആർക്കാണ് പിഴച്ചത്? കുഞ്ഞുങ്ങൾ ലഹരിക്കടിമകളാകുന്നത് ആരുടെ വീഴ്ചയാണ്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മക്കൾ കൗമാരപ്രായത്തിലേക്ക് കടന്നാൽ അവരെ മറ്റു മുറികളിലേക്ക് മാറ്റുന്നതാണ് നാട്ടുനടപ്പ്. അതോടെ പിന്നെ അവരുടെ ലോകമാണത്. പഠിക്കാനെന്ന പേരിൽ രാത്രി സമയങ്ങളിൽ ഏറെ വൈകിയും കുട്ടികൾ ഉണർന്നിരിക്കും. മാതാപിതാക്കൾ ശ്രദ്ധിക്കില്ലെന്ന് കരുതിയാൽ പിന്നെ ഇൻ്റർനെറ്റും പുതിയ സൗഹൃദങ്ങളും തേടിയുള്ള യാത്ര. കൊച്ചിയിലെ ഒരു 12 വയസ്സുകാരൻ ലഹരിക്കടിമയായതും 10 വയസ്സുള്ള അവൻ്റെ സഹോദരിക്ക് MDMA നൽകിയതും അച്ഛനും അമ്മയും അറിഞ്ഞിരുന്നില്ല. മാതാപിതാക്കൾ ഉറങ്ങിക്കഴിയുമ്പോഴാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടി വീട്ടിൽ നിന്നും ലഹരി ഉപയോഗത്തിനായി പോയിരുന്നത്. MDMA വാങ്ങാൻ വീട്ടിൽ നിന്നും അവൻ 3 ലക്ഷത്തോളം രൂപ മോഷ്ടിച്ചെന്നാണ് വിവരം. ഡി അഡിക്ഷൻ സെൻ്ററിൽ പ്രവേശിപ്പിച്ച ശേഷമാണ് സഹോദരിക്ക് ലഹരി നൽകിയതായി കുട്ടി വെളിപ്പെടുത്തിയത്. മാതാപിതാക്കൾ ഉറങ്ങിക്കഴിയുമ്പോഴായിരുന്നു 12-കാരൻ വീട്ടിൽ നിന്നും ലഹരി ഉപയോഗത്തിനായി പുറത്തിറങ്ങിയിരുന്നത്. ലഹരി തേടി രാത്രി വീട്ടിൽ നിന്നും സൈക്കിളുമായി കുട്ടി പുറത്തിറങ്ങുന്നത് പതിവാണ്. ഒരു ദിവസം കുട്ടിയെ കാണാതായതോടെ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ നെടുമ്പാശ്ശേരിക്ക് സമീപത്തു നിന്നും കണ്ടെത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 12-കാരൻ സ്ഥിരമായി ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞത്. മാതാപിതാക്കൾ ഇത് ചോദ്യം ചെയ്തപ്പോൾ കുട്ടി അക്രമാസക്തനാകുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. താൻ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെന്നും എന്തെങ്കിലും പറഞ്ഞാൽ മാതാപിതാക്കൾ ഉൾപ്പെടെ ജയിലിൽ പോകുമെന്നുമായിരുന്നു 12-കാരന്റെ ഭീഷണി. ലഹരി വാങ്ങുന്നതിനായി കുട്ടി 3 ലക്ഷം രൂപ വീട്ടിൽ നിന്നും മോഷ്ടിച്ചതാണ് വിവരം. എന്നാൽ ഇതറിഞ്ഞിട്ടും എളമക്കര പോലീസ് CWCക്ക് റിപ്പോർട്ട് നൽകിയില്ല. തുടർച്ചയായ ലഹരി ഉപയോഗം ആൺകുട്ടിയുടെ മാനസികാവസ്ഥയിൽ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. പിന്നാലെ കുട്ടിയെ കൊച്ചിയിലെ ലഹരി വിമോചന കേന്ദ്രത്തിലെത്തിച്ചു. ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ച ശേഷമാണ് 10 വയസ്സുകാരിയായ സഹോദരിക്ക് ലഹരി നൽകിയിരുന്നതായി 12-കാരൻ വെളിപ്പെടുത്തിയത്. സഹോദരിയെയും ചികിത്സയ്ക്കായി ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ലഹരിയുടെ ഉപയോഗം കുട്ടിയുടെ മാനസിക നില തകരാറിലാക്കിയിരിക്കുകയാണ്. അതിനാൽ അക്രമാസക്തനായാണ് കുട്ടി പെരുമാറുന്നതെന്നാണ് വിവരം. ന്യൂസ് 18 കൊച്ചി. മലയാള സിനിമയിലെ ഒരു സംവിധായകനിൽ നിന്ന് നേരിട്ട ദുരനുഭവം വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെടുത്തുകയാണ് നടി അശ്വിനി നമ്പ്യാർ. സിനിമയുടെ ചർച്ചയ്ക്കെന്ന പേരിൽ മുറിയിലേക്ക് വിളിപ്പിച്ച സംവിധായകൻ മോശമായി പെരുമാറിയെന്ന് അശ്വിനി തുറന്നു പറയുന്നു. ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ വെളിപ്പെടുത്തൽ. അച്ഛൻ്റെ പ്രായമുള്ള ആൾ തന്നോട് എന്താണ് കാണിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള പ്രായമോ അറിവോ അന്നുണ്ടായിരുന്നില്ല. ആരെയും വേദനിപ്പിക്കുന്നില്ല എന്നും മാപ്പു നൽകി മറക്കാമെന്നും മണിച്ചിത്രത്താഴിലൂടെ മലയാളികളുടെ ഇഷ്ടനടിയായി മാറിയ അശ്വിനി പറയുന്നു. സംവിധായകന്റെ പേര് പറയാതെയാണ് നടി അശ്വിനി നമ്പ്യാരുടെ വെളിപ്പെടുത്തൽ. വർഷങ്ങൾക്ക് മുമ്പ് ആ സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോഴായിരുന്നു സംഭവം. സിനിമയുടെ ചർച്ചയ്ക്കെന്ന പേരിൽ വിളിച്ചു വരുത്തി സംവിധായകൻ മോശമായ രീതിയിൽ പെരുമാറുകയായിരുന്നു. തന്റെ അച്ഛന്റെ പ്രായമുള്ള ആളായിരുന്നു ആ സംവിധായകൻ. ചെന്നൈയിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ സംവിധായകന്റെ ഓഫീസും വീടും ഒരുമിച്ചായിരുന്നു. താഴെ ഓഫീസിലായിരിക്കും ചർച്ചയെന്ന് കരുതി ചെന്നപ്പോൾ മുകളിൽ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അവിടെ കിടപ്പുമുറിയിൽ നിന്ന് സംവിധായകൻ വിളിച്ചപ്പോൾ കൗമാരക്കാരിയുടെ നിഷ്കളങ്കതയോടെയാണ് ഉള്ളിലേക്ക് ചെന്നത്. ആ സംവിധായകനൊപ്പം നേരത്തെയും ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അറിയുന്ന ആളായതുകൊണ്ട് അകത്തേക്ക് വിളിച്ചപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ചെന്നു.
എന്നാൽ അയാൾ മോശമായ രീതിയിലാണ് പെരുമാറിയത്. വീട്ടിലെത്തിയതിനു ശേഷം എന്താണ് വിഷമിച്ചിരിക്കുന്നതെന്ന് അമ്മ ചോദിച്ചു. ഒടുവിൽ സംഭവം പറഞ്ഞപ്പോൾ അമ്മ പൊട്ടിക്കരഞ്ഞു. അമ്മ വിഷമിച്ചതിന് താനാണ് കാരണമെന്ന തോന്നലിൽ അന്ന് രാത്രി ഉറക്കഗുളികകൾ കഴിച്ചു. ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം അമ്മയാണ് പിന്നീട് ധൈര്യം തന്നതെന്നും നടി പറയുന്നു. ഒരു തമിഴ് യൂട്യൂബ് ചാനലിനോടാണ് നടിയുടെ വെളിപ്പെടുത്തൽ. അതിനെ കാസ്റ്റിംഗ് കൗച്ച് എന്ന് വിളിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോയെന്നും പറയും. അയാളുടെ പേര് വെളിപ്പെടുത്തുന്നില്ല, ആരെയും വേദനിപ്പിക്കുന്നില്ല, മാപ്പ് നൽകി മറക്കാം. അദ്ദേഹം വലിയൊരു സംവിധായകനാണെന്നും അശ്വിനി പറഞ്ഞു. ധ്രുവം, മണിച്ചിത്രത്താഴ് തുടങ്ങിയ സിനിമകളിലൊക്കെ അശ്വിനി നമ്പ്യാർ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്ന ഇത്തരം വെളിപ്പെടുത്തലുകളിൽ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തിരുന്നു. പരാതിയില്ലെന്നും സംവിധായകന്റെ പേര് പറയുന്നില്ലെന്നും അശ്വിനി നിലപാടെടുത്തതിനാൽ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിൽ അന്വേഷണത്തിന് സാധ്യത കുറവാണ്. ന്യൂസ് 18 ചെന്നൈ. മലപ്പുറം താനൂരിൽ നിന്ന് വീട് വിട്ടിറങ്ങിയ ആ 2 പെൺകുട്ടികൾ എവിടെ? താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനികളെ കാണാതായി 2 പകലും 1 രാത്രിയും കഴിഞ്ഞിട്ടും വിവരമൊന്നുമില്ല. കൂട്ടുകാരികളായ ഫാത്തിമ ഷഹദയും അശ്വതിയും എന്തിനാണ് വീട് വിട്ടിറങ്ങിയത്? പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ പോലീസ് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ തിരച്ചിൽ നടത്തിയിട്ടും സൂചനയൊന്നും കിട്ടിയിട്ടില്ല. പെൺകുട്ടികളുടെ ഫോണിലേക്ക് ഒരേ ഫോൺ നമ്പറിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2 പേരും മുംബൈയിലെത്തിയതായാണ് വിവരം. ബുധനാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോയ ഫാത്തിമ ഷഹദ, അശ്വതി എന്നിവരെയാണ് കാണാതായത്. താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളാണ് ഇരുവരും. പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് പോയെങ്കിലും 2 പേരും പരീക്ഷ എഴുതിയിരുന്നില്ല. ഇരുവരും സ്കൂൾ യൂണിഫോമിലാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ പെൺകുട്ടികളിൽ ഒരാളുടെ ഫോൺ കോഴിക്കോട് ഭാഗത്ത് ഓൺ ആയിരുന്നു. ഈ ഫോണിലേക്ക് എടവണ്ണ സ്വദേശിയുടെ പേരിലുള്ള സിം കാർഡിൽ നിന്ന് കോളുകളും വന്നു. എന്നാൽ ഈ ടവർ ലൊക്കേഷൻ മഹാരാഷ്ട്രയിലാണ് കാണിക്കുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. തുടർന്ന് മഹാരാഷ്ട്ര പോലീസുമായി ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടികൾ മുംബൈയിലെത്തിയതെന്ന് സ്ഥിരീകരിച്ചത്. അവിടെ സലൂണിൽ കുട്ടികൾ കയറി മുടിവെട്ടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. എടവണ്ണ സ്വദേശിയെ മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്നാൽ ഇയാൾക്കൊപ്പം പെൺകുട്ടികളില്ല. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇയാൾ കുട്ടികളുമായി പരിചയപ്പെടുന്നതെന്നാണ് വിവരം. എടവണ്ണ സ്വദേശിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പോലീസ് ഉടൻ മുംബൈയിലേക്ക് തിരിക്കും. ഉടൻ തന്നെ പെൺകുട്ടികളെ കണ്ടെത്താനാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 തിരൂർ. വെഞ്ഞാറമ്മൂട്ടിലെ ഷെമി എന്ന വീട്ടമ്മ ചങ്കുപൊട്ടുന്ന വേദനയോടെയാണ് തൻ്റെ പൊന്നോമനയുടെ മരണവിവരം അറിഞ്ഞത്. മൂത്ത മകൻ്റെ ക്രൂരമായ ആക്രമണത്തിനിരയായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷെമിയോട് പോലീസും ഭർത്താവും ചേർന്ന് ഇക്കാര്യം പറഞ്ഞെങ്കിലും കൂട്ടക്കുരുതിയെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടില്ല. അതിനിടെ വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാൻ കുറ്റം സമ്മതിച്ചു. കൊലപാതകത്തിലേക്ക് നയിച്ചത് കടബാധ്യതയെന്നാണ് അഫാന്റെ മൊഴി. ഉമ്മൂമ്മയെ കൊല്ലാൻ കാരണം പലതവണ മാല ചോദിച്ചിട്ടും നൽകാത്തതിൻ്റെ പകയാണ്. 3 ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ട അഫാന്റെ തെളിവെടുപ്പ് ഉൾപ്പെടെ ഉടനുണ്ടാകും. മൂന്ന് കേസുകളിലാണ് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 80-കാരിയായ സൽമാ ബീബിയെ കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് നടത്താനാണ് പാങ്ങോട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ശനിയാഴ്ച വരെയാണ് കസ്റ്റഡി. കൊലപാതകം നടത്തിയ പാങ്ങോടുള്ള വീട്ടിലും ആയുധം വാങ്ങിയ കടയിലും സ്വർണം പണയപ്പെടുത്തിയ സ്ഥാപനത്തിലുമെല്ലാം എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം. ഒറ്റ ദിവസം കൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത് കടബാധ്യതയാണെന്നാണ് അഫാന്റെ മൊഴി. അതേസമയം കൊലപാതകത്തിന് പിന്നിൽ സിനിമയുടെ സ്വാധീനമുണ്ടോ എന്ന് വ്യക്തമല്ലെന്ന് പോലീസ് അറിയിച്ചു. എല്ലാ സിനിമകളും കാണുമായിരുന്നെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. ഉമ്മുമ്മയെ കൊല്ലാൻ കാരണം കടുത്ത പകയാണെന്നും
പല തവണ മാല ചോദിച്ചിട്ടും നൽകിയില്ലെന്നും പ്രതി പറഞ്ഞു. ക്രൂരമായ ആക്രമണത്തിനിരയായി ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ അമ്മ ഷെമിയെ ഇളയ മകൻ അഫ്സാൻ കൊല്ലപ്പെട്ട വിവരം അറിയിച്ചു. ഭർത്താവ് അബ്ദുൾ റഹീമിന്റെ സാന്നിധ്യത്തിൽ ഡോക്ടർമാരാണ് ഷെമിയോട് ഇക്കാര്യം പറഞ്ഞത്. മറ്റുള്ളവർ കൊല്ലപ്പെട്ട വിവരം അറിയിച്ചിട്ടില്ല. കൊല്ലപ്പെട്ട ഫർസാനയുടെ വീട് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം ഏറ്റുമാനൂരിൽ 2 പെൺമക്കളുമായി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനിയുടെ അവസാനത്തെ ശബ്ദ സന്ദേശം കണ്ണീരോടെ മാത്രമേ ആർക്കും കേൾക്കാൻ കഴിയൂ. ദാമ്പത്യ ജീവിതത്തിൽ അവർ അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങൾ, ഭർത്താവിൻ്റെ ഒറ്റപ്പെടുത്തൽ, തൊഴിലില്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ എല്ലാം അതിൽ തുറന്നു പറയുന്നുണ്ട്. ഷൈനി കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയതെന്ന് വ്യക്തമാക്കുന്നതാണ് ശബ്ദ സന്ദേശം. വിവാഹമോചനത്തിന് ഭർത്താവ് നിരന്തരം തടസ്സമുണ്ടാക്കിയതും ഒരു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഭർത്താവ് നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രണ്ട് പെൺമക്കളുമായി ഒരമ്മ ട്രെയിനിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുക. അത്രത്തോളം കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ നിന്നാണ് ഷൈനി എന്ന അമ്മ ഈ കടും കൈക്ക് മുതിർന്നത്. ആത്മഹത്യക്ക് മുൻപ് ഷൈനി തന്റെ കൂട്ടുകാരിക്ക് അയച്ച സന്ദേശത്തിൽ ഈ സങ്കടങ്ങൾ തുറന്നു പറയുന്നു. എടി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എടി, നമ്മുടെ ഏഷ്യക്കാട്ടിൽ ഇപ്പം വേക്കൻസി വല്ലതും അറിയാവോ? നീ ഇവിടെ ഇപ്പം ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാവോ? ഞാൻ ഓർക്കുമായിരുന്നു, ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറിപ്പോയി നോക്കിയാന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ NSRന് എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ 1 വർഷത്തോളം എടുക്കും എൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ. എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങും ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി. എന്നാൽ എനിക്ക് എന്നാൽ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റൽ നിർത്തിയിട്ട് ഏഷ്യക്കാട്ട് വല്ല 1 വർഷം വെച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ജീവിക്കാനായി തൊഴിലിനു വേണ്ടി നടത്തിയ ശ്രമങ്ങളൊക്കെയും വിഫലമായി. നാട്ടിൽ തൊഴിൽ ലഭിക്കില്ലെന്ന് ഉറപ്പായപ്പോൾ മക്കളെ ഹോസ്റ്റലിലാക്കി വിദേശ ജോലിക്ക് ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല. വിവാഹമോചന നടപടിക്ക് എതിരായ ഭർത്താവിന്റെ നിലപാടും ഷൈനിയെ മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്ന് ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ഫെബ്രുവരിയില്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു. അതിനും പുള്ളി വന്നില്ല. പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇത്ര നാളായിട്ടും വക്കീൽ ഇപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് വരുന്നത്. ഏപ്രിൽ 9 അടുത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് മുതലുള്ള പൈസ അയക്കി വെക്കാമോ? എന്താ ചെയ്താന്നറിയത്തില്ല. അതായത് നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. പല തവണ നോട്ടീസ് അയച്ചിട്ടും ഭർത്താവ് നോബി ലൂക്കോസ് അത് കൈപ്പറ്റിയില്ല. ഫെബ്രുവരി 17 കോടതിയിൽ വിളിച്ചിട്ടും നോബി എത്തിയില്ല. കേസ് നീണ്ടുപോകുമ്പോഴും നിസ്സഹായതയായി നിൽക്കേണ്ടി വരുന്നതിന്റെ ഗതികേടും ഷൈനി പറയുന്നു. ഷൈനിയുടെ ഭർത്താവ് തൊടുപുഴ ചുങ്കംചേരിയിൽ വലിയ പറമ്പിൽ 44-കാരനായ നോബി ലൂക്കോസിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 കോട്ടയം. തിരുവനന്തപുരം നാവായിക്കുളത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കാമുകന് പ്രായം 29 വയസ്സ്. മകൾ പഠനത്തിൽ പിന്നോട്ട് പോയതോടെ അമ്മ അവൾ അറിയാതെ ഒരു ദിവസം മൊബൈൽ ഫോൺ പരിശോധിച്ചു. അച്ഛൻ്റെ മരണശേഷം മകളെ വല്ലാതെ ലാളിച്ചു വളർത്തിയ അമ്മ അപ്പോഴാണ് ആ നടുക്കുന്ന വിവരം അറിഞ്ഞത്. അയൽവാസിയായ യുവാവുമായി മകൾ 1 വർഷത്തിലധികമായി പ്രണയത്തിലാണ്. അതോടെ എല്ലാ വീടുകളിലും സംഭവിക്കുന്നത് പോലെ വഴക്കും പൊട്ടിത്തെറിയും. അതിൻ്റെ മനോവിഷമത്തിൽ പെൺകുട്ടി ജീവിതം സ്വയം അവസാനിപ്പിച്ചു. പെൺകുട്ടിയെ യുവാവ് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കാര്യം മരണത്തോടെയാണ് പുറത്തു വന്നത്. കേസിൽ നാവായിക്കുളം സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദിവസമാണ് പെൺകുട്ടിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏറെ നേരം വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വീട്ടുകാർ നോക്കുകയായിരുന്നു. പെൺകുട്ടി പീഡനത്തിന് ഇരയായതായി പോലീസ് പറയുന്നു. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് യുവാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്.
പെൺകുട്ടിയുടെ ആൺ സുഹൃത്തും അയൽവാസിയുമായ 29-കാരനാണ് പിടിയിലായത്. ഇയാൾ ആറ്റിങ്ങലിലെ ബൈക്ക് ഷോറൂമിൽ സൂപ്പർവൈസറാണ്. പെൺകുട്ടി അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കുമൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. അച്ഛൻ നേരത്തെ മരിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 നാവായിക്കുളം. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിനി ഫാത്തിമ മൗസിയുടെ ജീവിതം തകർത്തത് പ്രണയച്ചതിയാണ്. വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമായ കോവൂർ സ്വദേശി അൽഫാൻ എല്ലാം മറച്ചുവെച്ചാണ് അവളെ പ്രണയിച്ചത്. താൻ ചതിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ മൗസിയുടെ ആത്മഹത്യ. പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ മൊബൈൽ ഫോൺ കാണാതായത് ദുരൂഹത വർദ്ധിപ്പിച്ചു. മൗസ ആത്മഹത്യ ചെയ്ത കേസിൽ 2 ആഴ്ചയ്ക്ക് ശേഷം ആൺസുഹൃത്ത് അൽഫാൻ അറസ്റ്റിലായിരിക്കുന്നു. ഒളിവിലായിരുന്ന പ്രതിയെ വയനാട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ മാസം 24-നാണ് തൃശൂർ പാവറട്ടി സ്വദേശിനിയായ മൗസയെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിൽ മറ്റു പരിക്കുകൾ ഇല്ലാത്തതിനാൽ ആത്മഹത്യയാണെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൗസയുടെ മൊബൈൽ ഫോൺ കാണാതായതാണ് സംശയത്തിന് ഇടയാക്കിയത്. സഹപാഠികളായ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മൗസയുടെ ആൺസുഹൃത്തിനെ കുറിച്ച് വിവരം ലഭിച്ചത്. മരണത്തിന് തലേ ദിവസം ആൺസുഹൃത്തുമായി തർക്കമുണ്ടായെന്നും മൗസയുടെ ഫോൺ ഇയാൾ കൊണ്ടുപോയെന്നും കൂട്ടുകാർ മൊഴി നൽകിയിരുന്നു. അവർ തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി ഡീപ്പായ സമയത്ത് ഇയാള് ഈ കുട്ടിയെ സ്വാതന്ത്ര്യത്തിന് മുഴുവൻ തടസ്സം വെക്കുകയും അവരുടെ ഫോൺ പിടിച്ചു വാങ്ങുകയും അവളെ ആക്രമിക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ആ കുട്ടി ഇവന്റെ ഉപദ്രവം കൊണ്ടൊക്കെ മരണപ്പെടുന്ന ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ ഇവന്റെ പ്രേരണയാണ് ആത്മഹത്യക്ക് എന്നുള്ള അന്വേഷണത്തിൽ വെളിവായതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ നമ്മൾ ചോദ്യം ചെയ്തു. അദ്ദേഹം കുറ്റസമ്മതം കുറച്ച് നടത്തിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. പ്രധാനമായിട്ട് ഇവരുടെ സൗഹൃദത്തിലായിരുന്നു. സൗഹൃദത്തിന് ശേഷം ഇവർ പ്രണയം പോലെയായി. അതിനുശേഷം ഇവള് പിന്മാറാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അവളെ പിന്മാറാൻ അനുവദിക്കാത്ത രീതിയിൽ അവൻ പിന്നാലെ ശല്യം ചെയ്യുകയും അവളെ ദേഹോപദ്രവേൽപ്പിക്കുകയും പബ്ലിക്കായിട്ട് ഒരു തീപ്പെട്ടി ചായക്കടയുടെ അവിടെ വെച്ചിട്ട് അവളെ ആക്രമിക്കുകയും ചെയ്യുകയുണ്ടായി. കോവൂർ സ്വദേശിയായ അൽഫാനെ പെൺകുട്ടിയുടെ മരണശേഷം കാണാതാവുകയും ചെയ്തിരുന്നു. അൽഫാന്റെ മൊബൈൽ ഫോണും അയാൾ കൈക്കലാക്കിയ മൗസയുടെ ഫോണും സ്വിച്ച്ഡ് ഓഫ് ആയ നിലയിലായിരുന്നു. ഗൂഡല്ലൂരിലേക്ക് കടന്നു എന്നായിരുന്നു വിവരം. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും പിതാവ് അബ്ദുൾ റഷീദ് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വയനാട് വൈത്തിരിയിൽ വെച്ച് ഇയാളെ ചേവായൂർ പോലീസ് പിടികൂടിയത്. ന്യൂസ് 18 കോഴിക്കോട്. പല രീതിയിൽ പ്രണയച്ചതിയിൽപ്പെടുന്ന പെൺകുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ. ചിലർ ലൈംഗികമായി ചൂഷണം ചെയ്യും. മറ്റു ചിലരുടെ ലക്ഷ്യം പണവും സ്വർണവുമാണ്. മലപ്പുറം ചാപ്പനങ്ങാടിയിൽ 10ാം ക്ലാസ്സുകാരിയിൽ നിന്ന് പ്രണയം നടിച്ച യുവാവ് തട്ടിയെടുത്തത് 15 ലക്ഷം രൂപയുടെ സ്വർണമാണ്. പെൺകുട്ടിയുടെ സഹോദരന്റെ ഭാര്യയുടെ 24 പവൻ സ്വർണം കാണാതായ കേസിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ പ്രണയച്ചതി പുറത്തു വന്നത്. കേസിൽ ചാപ്പനങ്ങാടി സ്വദേശി നബീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാപ്പനങ്ങാടി ചേക്കത്ത് നബീറാണ് അറസ്റ്റിലായത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയിൽ നിന്നാണ് ഇയാൾ 24 പവൻ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തത്. കോട്ടയിലടുത്തുള്ള ചാപ്പനങ്ങാടിയിലുള്ള ഒരു കുട്ടിയോട് സൗഹൃദം നടിച്ച് ഒരു ചെറുപ്പക്കാരൻ ഭീഷണിപ്പെടുത്തി സ്വർണ്ണം എടുത്തിട്ട് ആവശ്യപ്പെട്ടു. ആ പെൺകുട്ടി സൗഹൃദമുള്ള കാരണം ഉമ്മ രഹസ്യം സൂക്ഷിച്ചിരുന്ന മൂത്ത മകന്റെ ഭാര്യയുടെ സ്വർണവും ഉമ്മയുടെ സ്വർണവും
ജ്യേഷ്ഠത്തിൻ്റെ സ്വർണ്ണമെല്ലാമുള്ള അലമാര തുറന്ന് ആ പെൺകുട്ടി വഴി പ്രതി 24 പവനോളം സ്വർണ്ണം അപഹരിച്ചു. അപ്പോൾ പരാതി വന്നു, നമ്മൾ അന്വേഷിച്ചു, അതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ചു. ഇപ്പോൾ 308(2) പ്രകാരം നമ്മൾ FIR രജിസ്റ്റർ ചെയ്തു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ ആഭരണങ്ങളാണ് ഇയാൾ തന്ത്രപൂർവ്വം പെൺകുട്ടിയിൽ നിന്ന് കൈക്കലാക്കിയത്. ആഭരണം കാണാനില്ലെന്ന് കുടുംബം പോലീസിൽ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടിയുടെ സുഹൃത്തായ നബീറിന് സ്വർണം കൈമാറിയ വിവരം മനസ്സിലായത്. തുടർന്ന് ഇൻസ്പെക്ടർ വിനോദ് വലിയാട്ടൂരിന്റെ നേതൃത്വത്തിൽ SI സൈഫുള്ളയാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 തിരൂർ. ലഹരി സംഘങ്ങൾ നാട്ടിൽ അഴിഞ്ഞാടുകയാണ്. രാത്രി സമയങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടലും പതിവ്. തൊടുപുഴയിൽ ലഹരി സംഘങ്ങൾ ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലിയത് കമ്പിവടി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കൊണ്ടാണ്. ആക്രമണത്തിൽ തൊടുപുഴ തെക്കുംഭാഗം സ്വദേശി ഫൈസൽ നാസറിന് സാരമായ പരിക്കേറ്റു. ഫൈസലിന്റെ വലതുകാലിൽ 4 ഒടിവുകളും തലയൊട്ടിയിൽ പൊട്ടലും കാഴ്ചയ്ക്ക് തകരാറും സംഭവിച്ചു. ആക്രമണത്തിൽ കേസെടുത്തെങ്കിലും ഫൈസലിനെ മർദ്ദിച്ചവരെ പോലീസ് പിടികൂടാൻ തയ്യാറാകുന്നില്ലെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞയാഴ്ചയാണ് തൊടുപുഴ അണ്ണായിക്കണ്ണത്ത് 2 ചേരിയിലുള്ള ലഹരി സംഘങ്ങൾ ഏറ്റുമുട്ടിയത്. ഏറ്റുമുട്ടലിനിടെയുണ്ടായ ആക്രമണത്തിൽ കമ്പി കൊണ്ടുള്ള അടിയേറ്റ് ഫൈസലിന് ഗുരുതര പരിക്കേറ്റു. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഫൈസലിന്റെ വലതുകാലിൽ 4 ഒടിവുകളും തലയോട്ടിയിൽ പൊട്ടലും കാഴ്ചയ്ക്ക് തകരാറുമുണ്ട്. സംഘർഷ സ്ഥലത്തെത്തിയ തൊടുപുഴ പോലീസ് 7 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ അണ്ണായിക്കണ്ണം സ്വദേശി റോബിന്റെ അറസ്റ്റ് മാത്രമാണ് പോലീസ് രേഖപ്പെടുത്തിയത്. ഫൈസലിനെ മർദ്ദിച്ച ലഹരി സംഘത്തെ പിടികൂടാൻ പോലീസ് ശ്രമിക്കുന്നില്ല എന്ന് ഫൈസലിന്റെ അമ്മ ആരോപിച്ചു. അറിയുന്നവരെ 2-3 പേരെ ഒരു പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ആരാ എന്ന് 7 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. അവിടെ നിന്നവരെല്ലാവരും അങ്ങനെ കൂടി 11 പേരെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിന്ന് അത് ന്യൂസിൽ വന്നാണ്, എനിക്കറിയില്ല സത്യമാണെന്ന്. അവിടെ നിന്ന് അന്നേരം തന്നെ 15 മിനിറ്റ് കൊണ്ട് അവരെ പുറത്തേക്ക് വിട്ടു എന്നാണ് പറഞ്ഞത്. അപ്പം അവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്, പണമുണ്ട്. ഞങ്ങൾ വാടകയ്ക്ക് കിടക്കുന്നവർ, ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് നമ്മുടെ ചോദിക്കാനും പറയാൻ ആരുമില്ല. ഇപ്പം നിങ്ങൾ ഇത് വന്നില്ല, ഇത് പുറത്തറിയത്തേ ഇല്ല. ഫൈസലിനെ മർദ്ദിച്ച ലഹരി സംഘത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ CPM ഇടപെടൽ ഉണ്ടായി എന്ന് കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയക്കുവാൻ CPMന്റെ പ്രമുഖ നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയതായും കോൺഗ്രസ് ആരോപണം. ഇടികിട്ടിപ്പാറയിൽ നിന്നും അക്രമി സംഘത്തിൽപ്പെട്ട് പോലീസുകാരെ നാട്ടുകാരെ വിളിച്ചു വരുത്തി പിടിച്ചു കൊടുത്ത 11 ആളുകളാണ് പോലീസ് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുവന്ന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു. അവരെ തൊട്ട് പിന്നാലെ വരുന്ന CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളായിട്ടുള്ള നേതാക്കന്മാർ സ്റ്റേഷനിൽ നിന്നും വിടുതൽ ചെയ്യണമെന്ന് പോലീസിന്റെ മുന്നിൽ സമ്മർദ്ദവും ഭീഷണിയുമായി നിൽക്കുന്നു. ഒടുവിൽ പോലീസ് നിർവാഹമില്ലാതെ അവരെ വെളുപ്പിന് 3 മണിയോടുകൂടി ഒരു പെറ്റി കേസ് പോലും എടുക്കാൻ തയ്യാറാവാതെ ഇറക്കിവിടുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഫൈസൽ 3 പേർക്കെതിരെ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവർക്കായി തിരച്ചിൽ തുടങ്ങിയെന്നും ഉടൻ തന്നെ പിടികൂടുമെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് 18 തൊടുപുഴ. കാസർഗോഡ് സിനിമാ സ്റ്റൈലിൽ തോക്കു ചൂണ്ടി കവർച്ച. കാറിലെത്തിയ സംഘം സംഭവത്തിന് ശേഷം കാഞ്ഞങ്ങാട് വാഹനം ഉപേക്ഷിച്ച് കടന്നെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ പോലീസിന്റെ പിടിയിലായി. കഴിഞ്ഞ രാത്രിയാണ് ഏച്ചിക്കാനത്തെ ഗ്രാനൈറ്റ് കമ്പനി മാനേജർ രവീന്ദ്രനെ 4 അംഗ സംഘം തോക്കു ചൂണ്ടി 10 ലക്ഷത്തോളം രൂപ കവർന്നത്. ബീഹാർ സ്വദേശികൾ ഉൾപ്പെടെ 4 പ്രതികളെ കർണാടക പോലീസിന്റെ സഹായത്തോടെയാണ് പിടികൂടിയത്. സമാന രീതിയിൽ സംഘം മറ്റിടങ്ങളിൽ കവർച്ച നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് ഏച്ചിക്കാനത്താണ് ഗ്രാനൈറ്റ് കമ്പനി മാനേജറെ തോക്കുചൂണ്ടി ആക്രമിച്ച് പണം കവർന്നത്. ഏച്ചിക്കാനത്ത് ജാസ് ഗ്രാനൈറ്റ് അഗ്രിഗേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സ്റ്റോക്ക് യാർഡ് മാനേജർ കോഴിക്കോട് മരുതോങ്കര സ്വദേശി PP രവീന്ദ്രനെ ആക്രമിച്ച സംഘം
10,20,000 രൂപയാണ് കവർച്ച നടത്തിയത്. സംഭവത്തിൽ ബീഹാർ സ്വദേശികളായ ഇബ്രാൻ ആലം, മുഹമ്മദ് മാലിക്, മുഹമ്മദ് ഫാറൂഖ്, ആസാം സ്വദേശി ധനഞ്ജയ് ബോറ എന്നിവരെയാണ് കർണാടക പോലീസിന്റെ സഹായത്തോടെ ഹോസ്തൂർ പോലീസ് പിടികൂടിയത്. ക്രഷർ അടച്ച് താമസ സ്ഥലത്തേക്ക് പോകാൻ ഓട്ടോ കാത്തു നിൽക്കവെയാണ് സംഘം തോക്കു ചൂണ്ടിയ ശേഷം രവീന്ദ്രനെ ചവിട്ടി വീഴ്ത്തി പണം കവർന്നത്. ഇയാളുടെ മൊബൈൽ ഫോണും തട്ടിയെടുത്തു. കാറിലെത്തിയ സംഘം സംഭവത്തിന് ശേഷം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വാഹനം ഉപേക്ഷിച്ച് കർണാടകയിലേക്ക് കടക്കുകയായിരുന്നു. മംഗളൂരുവിൽ നിന്നും കർണാടക പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയുടെ മേൽനോട്ടത്തിൽ നടത്തിയ ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ മണിക്കൂറുകൾക്കകം പിടികൂടാനായത്. 10,20,000 അവർക്ക് ബാഗിൽ ഉണ്ടായിരുന്നു. ആരോ വന്നിട്ട് തോക്ക് കാണിച്ച് 2 പേര് അവരുടെ കയ്യിൽ നിന്നും ആ ബാഗ് അവരുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി. അതാണ് ഈ സംഭവം നടന്നത്. അവർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഹോസ്തൂർ പോലീസ് സ്റ്റേഷനെ അറിയിച്ചു. ഇങ്ങനെ അവരുടെ കയ്യിൽ 10,20,000 ഉണ്ടായിരുന്നു ബാഗിൽ. ഒരു ആളില്ലാത്ത ഏരിയയിൽ ആരോ 2 പേര് വന്നിട്ട് തോക്ക് കാണിച്ച് അവരുടെ കയ്യിൽ നിന്ന് ബാഗ് അവരുടെ കയ്യിൽ ഇത് സ്നാച്ച് ചെയ്ത് കൊണ്ടുപോയി. അതാണ് അവർ നമ്മളെ കയ്യിൽ ഇൻഫർമേഷൻ കൊടുത്തത്. കവർച്ച ചെയ്ത പണം പ്രതികളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അതേസമയം തോക്ക് കണ്ടെത്താനായിട്ടില്ല. സംഘം സമാന രീതിയിൽ മറ്റിടങ്ങളിൽ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. മാതാപിതാക്കളെയും അധ്യാപകരെയും പോലീസിനെയും പോലും പേടിയില്ലാത്ത ഒരു തലമുറ. ലഹരി ഉപയോഗിച്ചാൽ പിന്നെ ആരെയും ആക്രമിക്കും. തിരുവനന്തപുരം നെടുമങ്ങാട് കഞ്ചാവുമായി പിടികൂടിയ യുവാവ് പോലീസിനോട് തട്ടിക്കയറുന്ന ദൃശ്യങ്ങളൊന്ന് കാണണം. അല്ല കുഴപ്പമുണ്ടായില്ലേ? ഞാൻ എന്തിനു വയലിന്റെ ചുമ്മാ ജീപ്പി കയറുന്ന ഞാൻ എന്തിനു കയറാൻ? ഞാൻ എന്തിനല്ലോ കാണിച്ച ഹോൾസെയിൽ കഞ്ചാവ് അവര് കഞ്ചാവ് പിടിച്ചാൽ ചോരാട്ടെ. എന്റെ കയ്യിൽ നിന്ന് എന്റെ ദേഹത്ത് നിന്ന് കഞ്ചാവ് പിടിച്ചാൽ ഞാൻ ഈ ചോര എന്നടാ തിന്നണത്. ഓ നീ എപ്പോഴും യൂണിഫത്തി മാത്രമായിരിക്കില്ലല്ലോ. വാക്കുകളാണ്, പറയുമ്പോ സൂക്ഷിച്ചോണം. എന്നല്ല നിന്റെ മോളിൽ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് കേട്ടോ. ചുമ്മാ ഇരുന്നതിന് ഞാൻ എന്തിനാണ് കാര്യം ചോദിച്ചു നിന്റെ അടുത്ത്. ഞാൻ എന്റെ ഭാഗത്ത് തെറ്റും കൂടെ പറഞ്ഞോടാ. നിങ്ങൾ വളർന്നിട്ട് കൊള്ളാൻ ചേട്ടാ. നിരവധി ലഹരി കേസുകളിലെ പ്രതി നെടുമങ്ങാട് സ്വദേശി അബു താജർ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും കൊലവിളി മുഴക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ നാട്ടുകാരും വിഷയത്തിൽ ഇടപെട്ടു. പോലീസും നാട്ടുകാരും ഇങ്ങനെ രംഗത്തിറങ്ങിയാലേ കഞ്ചാവ് ലഹരിയിൽ അഴിഞ്ഞാടുന്നവരെ നിയന്ത്രിക്കാൻ കഴിയും. ലഹരി മാഫിയയ്ക്ക് പൂട്ടിടാൻ സാധിക്കൂ. ഇതോടെ പോലീസ് ഫെഡറൽ പൂർണ്ണമാകുന്നു. നമസ്കാരം.